ഇന്ന് ഹോർമോസിൽ ഇറാൻ 2 കപ്പലുകളെ ആക്രമിച്ചിരിക്കുന്നു. ഇറാന്റെ അനുമതിയില്ലാതെ കടന്നുവന്ന കപ്പലുകളെയാണ് ഇറാൻ ആക്രമിച്ചത്. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം 4 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇറാൻ നിർദ്ദേശം കൊടുക്കുകയും കപ്പൽ മുന്നോട്ട് നീങ്ങരുത്, ദിശ മാറ്റി സഞ്ചരിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുകയും അത് അനുസരിക്കാതെ 2 കപ്പലുകൾ അതുവഴി പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഇറാൻ ആക്രമിച്ചത്. മറ്റു 2 കപ്പൽ ദിശ മാറ്റി സഞ്ചരിച്ചു എന്ന് IRGC പറയുന്നുണ്ട്. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഒമാനിനടുത്തുകൂടി സഞ്ചരിക്കുന്ന കപ്പലിനെയാണ് ഇറാൻ ആക്രമിച്ചത്. മാത്രമല്ല അമേരിക്കയുടെ MQ-9 റീപ്പർ എന്നറിയപ്പെടുന്ന ഡ്രോൺ അഹ്വാസ് എന്ന ഇറാന്റെ മേഖലയിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയേറെ 30ാമത്തെ ഡ്രോണാണ് അമേരിക്കയുടേത് ഇറാൻ തകർക്കുന്നത്. അമേരിക്കയ്ക്ക് വൻ നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആക്രമണങ്ങളെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തടയാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കടലിടുക്കിൽ ഇന്ന് ഇറാൻ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. 4 കപ്പലുകളാണ് ഇറാന്റെ നിർദ്ദേശം പാലിക്കാതെ അമേരിക്കയുടെ നിർദ്ദേശത്തിനനുസരിച്ച് റൂട്ട് സ്വീകരിച്ച് ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല അതിന്റെ സാറ്റലൈറ്റ് സംവിധാനങ്ങളെല്ലാം ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ കപ്പലുകൾ നീങ്ങാൻ ശ്രമിച്ചത്. പക്ഷെ ഇറാൻ വ്യക്തമായ മുന്നറിയിപ്പ് കപ്പലുകൾക്ക് നൽകി അവരുടെ റൂട്ട് മാറ്റേണ്ടതുണ്ട്, മുന്നോട്ട് പോകാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും 2 കപ്പലുകൾ മുന്നോട്ട് തന്നെ നീങ്ങാൻ ശ്രമിച്ചു. ആ 2 കപ്പലുകളെയും ആക്രമിക്കുകയായിരുന്നു. അതേസമയം മറ്റു 2 കപ്പലുകൾ അവർ ദിശ മാറ്റി ഇറാന്റെ നിർദ്ദേശം പാലിക്കാൻ തയ്യാറായി എന്നാണ് ഇപ്പോൾ IRGC പറയുന്നത്. ഒരു കാരണവശാലും ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ ഒരു നിയന്ത്രണവും അവിടെയില്ല. പൂർണ്ണ നിയന്ത്രണം IRGCയുടെ ഇറാന്റെ കയ്യിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ തെളിയിക്കുന്നത്. മാത്രമല്ല അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു കപ്പലും ഇതുപോലെ കടന്നു പോകാൻ അനുവദിക്കാത്തത്. അവിടെയുള്ള പൂർണ്ണമായ അധികാരവും അവിടെ പൂർണ്ണമായ നിയന്ത്രണവും ഇറാന്റെ കയ്യിൽ തന്നെയാണ്. IRGC തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതാണ് IRGC പറയുന്നത്. പൂർണ്ണമായും അത് IRGCയുടെ അധികാരത്തിൽ തന്നെയാണ്. അത് ഇറാൻ ഏത് റൂട്ടാണോ പ്രഖ്യാപിച്ചിരിക്കുന്നത്, നിർണയിച്ചിട്ടുള്ളത്, അത് മാത്രമേ സുരക്ഷിതമായ വഴിയുള്ളൂ. അതല്ലാതെ ഏത് മാർഗം സ്വീകരിക്കുന്നതും തീർച്ചയായും അപകടത്തിലായിരിക്കും. കപ്പലുകൾ ആക്രമിക്കപ്പെടും എന്ന് കൃത്യമായ മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാൻ നൽകിയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ 2 കപ്പലുകൾ ഇന്ന് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസവും കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു. അമേരിക്ക അവർ നിശ്ചയിച്ച ഒമാനിനോട് ചേർന്ന ഭാഗത്തുകൂടെ കപ്പൽ നീക്കം നടത്താനാണ് നിർദ്ദേശം നൽകുന്നത്. അതനുസരിച്ച് നീങ്ങുന്ന കപ്പലുകളാണ് ആക്രമിക്കപ്പെടുന്നത്. പക്ഷെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളോ അവരുടെ കപ്പൽ സുരക്ഷയോ ഈ കപ്പലുകൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിന് ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കപ്പലുകൾ ഒരിക്കലും അമേരിക്കൻ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാവുകയില്ല. കാരണം ഈ ആക്രമണങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരിക്കലും അമേരിക്കക്കോ അവരുടെ നാവിക സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം അമേരിക്കയുടെ MQ-9 റീപ്പർ എന്നറിയപ്പെടുന്ന ഡ്രോൺ അത് ഇന്ന് അഹ്വാസ് എന്നറിയപ്പെടുന്ന ഇറാന്റെ മേഖലയിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇത് 30ാമത്തെ MQ-9 റീപ്പറാണ് ഇറാൻ തകർത്തത്. ഈ യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങളാണ് ഇതിലൂടെ അമേരിക്കക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡ്രോണിന് തന്നെ ഏകദേശം $30 മില്യൺ ചെലവ് വരുന്നത്. അത്തരത്തിലുള്ള 30 ഡ്രോണുകളെങ്കിലും ഇപ്പോൾ തകർക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചിലതെല്ലാം ബേസുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ചിലത് വ്യോമ മേഖലകളിൽ നിന്നാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്.